പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംശയമുണ്ടാകുന്ന ഒരു മേഖലയാണ് പാമ്പ് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഭംഗിയായി തേച്ച് കഴുകണമോ എന്നത്. പലരും പറയും ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേ സോപ്പോ ഡെറ്റോളോ സാനിറ്റൈസറോ ഒക്കെ ഉപയോഗിച്ച് ആ മുറിപ്പാട് ഭംഗിയായി തേച്ച് കഴുകിയിട്ട് വേണം പോകാൻ. ചിലർ പറയും കഴുകേണ്ടതില്ല, എന്നാൽ കഴുകുന്നതിൽ തെറ്റില്ല. ഇനി മൂന്നാമതൊരു മറുപടി കിട്ടാം, കഴുകാൻ പാടില്ല. ഇതിലേതാണ് ശരി? പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ശരിയായ രീതി എന്ന് പറയുന്നത് എക്സ്പേർട്സിൻ്റെ റെക്കമെൻഡേഷൻ കഴുകാൻ പാടില്ല, നിർബന്ധമായും കഴുകരുത് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ജീവി ഒരാളെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉമിനീരുമായി കലർന്ന പലതരത്തിലുള്ള രോഗാണുക്കൾ ആ മുറിപ്പാടിലുണ്ടാകും. വൈറസ്, ബാക്ടീരിയ പോലുള്ള പലതരത്തിലുള്ള അണുക്കളുണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ ആ മുറിപ്പാട് സോപ്പോ ഡെറ്റോളോ സാനിറ്റൈസറോ ഒക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകുക എന്നുള്ളത് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡാണ്. എന്നാൽ പാമ്പ് കടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതല്ല. പാമ്പുകൾക്ക് സിറിഞ്ചിൻ്റെ നീഡിൽ പോലെ ഉള്ളു പൊള്ളയായ 2 വിഷപ്പല്ലുകളുണ്ടാവും വിഷപ്പാമ്പുകൾക്ക്. അത് മാംസത്തിലേക്ക് ആഴ്ത്തിയിട്ടാണ് ആ പല്ലിലൂടെ വെനം ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ആ വിഷമുണ്ടാവുക തൊലിപ്പുറത്തുള്ള മുറിപ്പാടിലായിരിക്കില്ല, മറിച്ച് 5, 8, 10 മില്ലിമീറ്റർ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ഈ മുറിപ്പാടിൽ സോപ്പ് തേച്ചോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചോ ഡെറ്റോൾ ഉപയോഗിച്ചോ ഒക്കെ തേച്ച് കഴുകുന്നത് കൊണ്ട് ആ വിഷത്തെ കഴുകിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തേത്, പാമ്പിൻ്റെ കടിയേറ്റ ഒരാൾക്ക് ശരിയായ ചികിത്സ തേടുന്നതിനുള്ളൊരു സാവകാശം ലഭിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പാമ്പിൻ്റെ കടിയേൽക്കുന്നത് മിക്കവാറും വെയിൻസിലായിരിക്കില്ല എന്നുള്ളതാണ്, ഞരമ്പിലായിരിക്കില്ല, മറിച്ച് ടിഷ്യൂസിലായിരിക്കും അല്ലെങ്കിൽ മാംസത്തിലായിരിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ വിഷം സ്പ്രെഡ് ആകുന്നത് ലിംഫാറ്റിക്സിലൂടെയാണ്, ബ്ലഡിലൂടെ അല്ല. അത് ഒരു സ്ലോ സ്പ്രെഡിങ് ആണ്. വളരെ സാവധാനത്തിലാണ് ആ ഒരു ഘട്ടത്തിൽ അത് സ്പ്രെഡാവുന്നത്. പതിയെ ബ്ലഡിലേക്ക് കലർന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് ശരീരത്തിൽ സ്പ്രെഡാവുകയും എൻവനമേഷൻ വളരെ ഫാസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ ഒന്ന് തിരുമ്മി തേച്ച് മസാജ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വാക്സിൻ അവിടെ കെട്ടി നിൽക്കാതെ പെട്ടെന്ന് ബ്ലഡിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ വിഷപ്പാമ്പിൻ്റെ കടിയേറ്റ ഭാഗത്ത് നല്ല രീതിയിൽ തിരുമ്മി അല്ലെങ്കിൽ അമർത്തി സോപ്പ് ഉപയോഗിച്ച് തേച്ച് കഴുകുന്നത് അല്ലെങ്കിൽ മറ്റ് സാനിറ്റൈസറോ ഡെറ്റോളോ ഉപയോഗിച്ച് തേച്ച് കഴുകുന്നത് മൂലം വളരെ നല്ലൊരു മസാജ് എഫക്റ്റ് ആ ഭാഗത്തുണ്ടാവുകയും വളരെ വേഗം അത് ആ വിഷം ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവുന്നതിനും എൻവനമേഷൻ വളരെ 10 മടങ്ങ് ഫാസ്റ്റ് ആവുന്നതിനും കാരണമാകും. ഇത് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. 40 50 മിനിറ്റ് കിട്ടേണ്ട ഒരു രോഗിക്ക് നെറ്റ് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ടൈം ചിലപ്പോൾ 20 മിനിറ്റോ അതിൽ താഴെയോ ആയി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയെ ആ കടിയേറ്റ ഭാഗം ഒരു കാരണവശാലും ഡെറ്റോളോ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് തിരുമ്മി അമർത്തി തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. താങ്ക് യു.